ആടുജീവിതം സ്നേഹശില്പം നജീബിന് സമ്മാനിച്ച് ഡാവിഞ്ചി സുരേഷ്. ആലപ്പുഴ ആറാട്ടുപുഴയിലെ നജീബിന്റെ വീട്ടിലെത്തിയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയും ശില്പിയും ചിത്രകാരനുമായ ഡാവിഞ്ചി സുരേഷ് നിർമ്മിച്ച സ്നേഹശില്പം സമ്മാനിച്ചത്. ആടുജീവിതം നോവലിന്റെ കവർ പേജിനെയും നോവലിൽ നിന്ന് വെള്ളിത്തിരിയിലേക്ക് എത്തിയതിനെയും ആസ്പദമാക്കി നജീബിന്റെ മുഖവും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഈ ശില്പം സിനിമ റിലീസാവുന്നതിന് ഒരാഴ്ച മുൻപേ നിർമ്മിച്ചതാണ്. ഇരുമ്പ് കമ്പികളും തകിട് ഷീറ്റുകളും ഫൈബർ മെറ്റീരിയലുകളും ഉപയോഗിച്ച് 4 അടിയോളം ഉയരത്തിലാണ് ശില്പനിർമ്മാണം. ഈ ശില്പം സോഷ്യൽ മീഡിയയിലൂടെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. അത്ര പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കിയതിനകത്ത് സാറിന് എന്ത് പറയണമെന്ന് എനിക്കറിയാൻ വയ്യ. അതേപോലെ വാക്കുകളോ ഇല്ല പറയാനുള്ള അതേ ഉണ്ടാക്കുന്നത്. കാരണം പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ അതേ രൂപത്തിൽ തന്നെ ഒരു ശില്പം വരയ്ക്കാനൊക്കെ കഴിവ് കൊടുത്ത ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതാണ് നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷം. അതെ അതെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ അന്ന് ഞാൻ അനുഭവിച്ച ആ ത്യാഗത്തിനുള്ളൊരു പ്രതിഫലമായിരിക്കും ഇപ്പോൾ ലോകം മൊത്തം അറിയാനും ഇതേപോലൊക്കെ പല പല ശില്പങ്ങളുണ്ടാക്കി ലോകത്തിൻ്റെ മുന്നിൽ കാണിക്കാനും എല്ലാം ഒരു അവസരം തന്നത് ഈ ആടുജീവിതം എന്ന നോവലിലൂടെ തന്നെയാണ്. കലാകാരന്മാരുടെ കൂട്ടായ്മയായ എക്സോട്ടിക് ഡ്രീംസിലെ കലാകാരന്മാരായ കലേഷ് പൊന്നപ്പൻ, രാകേഷ് പള്ളത്ത്, റിയാസ് മാടവന, ഗിരീഷ് നടുവട്ടം, മനോജ് ഗോപാലകൃഷ്ണൻ, ലതീഷ് സോമൻ എന്നിവരും പങ്കെടുത്തു. ശില്പത്തിനൊപ്പം കലാകാരന്മാർ വരച്ച ചിത്രങ്ങളും സമ്മാനിച്ചു. സ്നേഹമാണ് ഞാൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ മധുവിൻ്റെ ശില്പം ഞാൻ മുമ്പ് ഉണ്ടാക്കിയിരുന്നു. ആദിവാസി മേഖലയിലുള്ള മധു കൊല്ലപ്പെട്ട സമയത്ത് ഒരു ശില്പം ഉണ്ടാക്കിയിരുന്നു. അത് 18 ഇഞ്ച് മാത്രമുള്ളൊരു കളിമണ്ണിലാണ് ആ പ്രതിമ ഉണ്ടാക്കിയിരുന്നത്. അതൊരു പ്രതിഷേധമായിരുന്നു. അത് അപ്പോഴെൻ്റെ മാനസികാവസ്ഥ അതായിരുന്നു. ഒരു പ്രതിഷേധിക്കണം, മനുഷ്യനോട് ചെയ്ത ആ ചെയ്തിയുടെ ആ വേദന കൊണ്ട് ഉണ്ടാക്കിയൊരു ശില്പമാണ് ആ ചെയ്തിയുടെ. അപ്പോൾ അതുകൊണ്ട് ആ ശില്പത്തിന് പ്രതിഷേധത്തിൻ്റെ സംസ്കാരമായിരുന്നു ശരിക്കും. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രളയ സമയത്ത് മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് ബോട്ടിനും വഞ്ചിക്കും ഇറങ്ങിയിട്ട് രക്ഷിച്ചത് നമുക്കറിയാം. ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു ആദരവായിരുന്നു അവരോട്. ഏതാ പറയുക, ഈ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ആദരവായിരുന്നു. 12 അടി ഉയരമുള്ള വലിയൊരു ശില്പമാണ് ഞാനത്. ഇപ്പോൾ അത് നിയമസഭയ്ക്കുള്ളിൽ മ്യൂസിയത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു സ്നേഹശില്പമാണ്. എൻ്റെ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു സ്നേഹം അദ്ദേഹത്തിനോട് പ്രകടിപ്പിക്കുന്നത് ഞാൻ ഈ ഒരു ശില്പത്തിലൂടെയാണ്. ആ സ്നേഹത്തിൻ്റെ സംസ്കാരമാണ് ഈ ശില്പത്തിലൂടെ വന്നിരിക്കുന്നത്. മൂവിംഗ് മിറാക്കിൾസ് ടീമിനൊപ്പം ക്യാമറാമാൻ സിംഹാദും ജാഫർ ഇല്ലത്തും നജീബിന്റെ വീട്ടിലെത്തിയിരുന്നു. തിരുവല്ലയിൽ നിന്നെത്തിയ കാർട്ടൂണിസ്റ്റ് ഫാദർ ജോസ് പെരിങ്ങോടൻ നജീബിനെയും സുരേഷിനെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. മൊഞ്ചുള്ള പേരിന് മൊഞ്ചുള്ള സമ്മാനം. ഓപ്ഷൻ എ സോയി, ഓപ്ഷൻ ബി എമ, ഓപ്ഷൻ സി അന. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച 18 കാരറ്റ് ആഭരണ ശ്രേണിക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള പേരുകളിലൊന്ന് കമന്റ് ചെയ്യൂ. ആകർഷകമായ സമ്മാനം സ്വന്തമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്കായി ഇഷാരയുടെ ഇൻസ്റ്റഗ്രാം പേജ് സന്ദർശിക്കൂ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, നിയർ വൈമാൽ, ത്രിപ്രയാർ. സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിൽ. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപ്രയാർ.